ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഇന്നിവിടെ കൂടാര പെരുന്നാളിൻ്റെ അവസാന ദിവസമാണ്. 7 ദിവസത്തിൽ കൂടാര പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസമാണ്, ഹോളിഡേ ആണ്. അപ്പോൾ വെറുതെ ഒരു യാത്ര, കുറച്ച് കാഴ്ചകളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടൽക്കരയ്ക്കാണ് നിൽക്കുന്നത്. നമ്മൾ കുറേ ദിവസങ്ങളായി കടലിൽ വന്നിട്ട്, ഒരുപാട് കാലമായി വന്നിട്ട്. കാരണം ഒരുപാട് കാലമായി നമുക്ക് പുറത്തിറങ്ങാൻ സമയം കിട്ടിയിട്ട്. ഇന്നിപ്പോൾ ഇവിടെ ഹോളിഡേ ആണ്, അതായത് നമ്മുടെ 7 ദിവസത്തെ ഹോളിഡേയുടെ അവസാന ദിവസമാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയും. അപ്പോൾ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ ആളുകളൊക്കെ കടൽക്കരയും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഈ കടലിനെ പറ്റിയും കടൽക്കരയെ പറ്റിയും ഒക്കെ ഒന്ന് കാണാൻ പാകത്തിന് ഇന്നിപ്പോൾ വലിയ തിരക്കും തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും. എൻ്റെ ബാക്ക് വശമൊക്കെ ഉണ്ടോ, ഞാൻ നിങ്ങളെ മൊത്തം ഒന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. അടിപൊളിയായിട്ട് ആളുകളൊക്കെ കടലിൽ കുളിക്കാനും അതുപോലെ തന്നെ കൂടാരമൊക്കെ കെട്ടിയിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസമായി ഇവിടെ ഒന്ന് കിടക്കണു. ഇന്നിപ്പോൾ ആളുകൾ കൂടാരവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ മൊത്തം കൂടാരവും ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ? ഇന്ന് നല്ല രസമുണ്ട് കാണാൻ. ആകാശമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ ആകാശമൊക്കെ നല്ല തെളിച്ചവും അതുപോലെ തന്നെ നല്ല വെയിലാണ്, നല്ല വെയിലും ഉണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഈ കടൽക്കരയിൽ ആളുകൾ വന്ന് എൻജോയ് ചെയ്യുക. ശരിക്കും ഈ ചൂടത്ത് ഇവരുടെ ഏറ്റവും വലിയൊരു ഹോബിയാണ് വെള്ളത്തിൽ വന്ന് കിടക്കുക എന്നുള്ളത്. അതൊരു വന്ന് ചെറിയൊരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് മക്കളും അപ്പനും അമ്മയും എല്ലാവരും വന്ന് കിടക്കും. നമുക്കും ഇതുപോലെയൊക്കെ വന്ന് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കെയർ ഗീവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങനെ പുറത്തിറങ്ങി ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ കുറവാണ്. ഇപ്പോൾ ഹൈഫ, ടെല്ലവീവ് ഭാഗങ്ങളിലൊക്കെ വലിയ കടലും അതുപോലെ തന്നെ ബീച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും. എങ്ങനെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ ലീവ് ഔട്ട് ജോലി അല്ലെങ്കിൽ ആഴ്ചയിൽ ശബാത്തില്ലാത്തവർക്കൊക്കെ സുഖമായിട്ട് ഇറങ്ങി ബീച്ചിൽ പോകാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഉച്ച സമയത്ത് നമുക്ക് 1-2 മണിക്കൂറൊക്കെ റെസ്റ്റ് കിട്ടാറുണ്ട് ഒരുവിധം സ്ഥലങ്ങളിൽ. അപ്പോൾ അവർക്കൊക്കെ സുഖമായിട്ട് ഇറങ്ങിപ്പോകാം. അപ്പം ഞാനും വന്നുകൊണ്ടിരുന്ന, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്കൊന്ന് അടുത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. മണലാണ്, നല്ല രസമായി ഈ ബീച്ച് കാണാനും. അതുപോലെ തന്നെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഒരുപാട് പേര്. ഇവർ മീൻ പിടിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ, ശരിക്കും ഇവർ ഫാമിലിയായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യണതാണ്. ഇവരത് ആഘോഷിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കുളിച്ച് അല്ലെങ്കിൽ മീൻപിടുത്തവും ഭക്ഷണം കഴിച്ചും ഒക്കെ സന്തോഷിക്കുന്ന ഒരു സംവിധാനം. അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം സൂക്കോത്തിൻ്റെ ഒരു പരിപാടിയുണ്ട് വീട്ടിൽ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാ വീടുകളിലും ഇന്നത്തെ ദിവസം ഇതിൻ്റെ അവസാന ദിവസമാണ്. ഇന്ന് വലിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ ഇത് കടൽ വെള്ളം കയറി വന്ന സ്ഥലമാട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആ വണ്ടി നിർത്തിയിട്ട റോഡിലൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങി കിടക്കുക. ഇവിടെയൊക്കെ വന്ന് കുളിക്കാൻ നല്ല സുഖം. ഒഴുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൻ്റേതായ അലയും ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഇടുക്ക് പോലെയാണ്. ഇവിടെ നമുക്ക് സുഖമായിട്ട് വന്ന് കിടക്കാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സുഖമായിട്ട് വന്ന് കിടക്കാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറി, നല്ല രസം കാണാൻ. ഞാൻ ഇതിനു മുമ്പ് കടലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാം എന്നോർത്ത് ഇറങ്ങി. ഇവിടുത്തെ കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് കളിക്കാനും സന്തോഷിക്കാനും, അവർക്കൊക്കെ അവധി ദിവസമാണല്ലോ. അവരുടെ ഒരു ഫാമിലി അവരെയും കൊണ്ട് വരിക എന്നുള്ളതും അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതവിടെ ടെൻറ്റ് കെട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അവിടെ ആളുകൾ വന്ന് ടെൻറ്റൊക്കെ കെട്ടി, അവർ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനവും ഇന്ന് വൈകുന്നേരം രാത്രി ഇവിടെ എൻജോയ് ചെയ്യാനുള്ള സംവിധാനമൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതൊക്കെ കണ്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം.
ഇത് ഇസ്രായേലിലെ നഹാരിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നഹാരിയ ലെബനോൺ ബോർഡറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പല വീഡിയോയിലും ഈ ലെബനോൺ ബോർഡർ കാണാൻ പറ്റും. കാരണം ഞാൻ ബോർഡറിനോടടുത്തൊരു 10 കിലോമീറ്റർ ഇല്ല, 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാൻ കിടക്കണേ. അപ്പോൾ എല്ലാ വീഡിയോയിലും എങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ പോലും നമ്മുടെ ബോർഡർ എത്തും. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊന്ന് കാണേണ്ടത്. അവിടെ കസേരയൊക്കെ ഇട്ട് ഇരിക്കുക, അവിടെ ആൾക്കാർ കസേരയൊക്കെ ഇട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കണം അടിപൊളിയായിട്ട്. ആളുകൾക്ക് വന്നിരുന്ന് സന്തോഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇവിടെ കൂടുതലും ഹോളിഡേയ്സ് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ഈ കടലും കടലിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്യണം കേട്ടോ. കണ്ടോ അതവിടെ വണ്ടി കണ്ടോ, വണ്ടിയിൽ വരെ ഫുഡ്. അതാ അവരുടെ വണ്ടിയിൽ വന്നു, അവരെല്ലാ ഫുഡും ഉണ്ടാക്കണു, അവർ കഴിക്കണു, അവർ പോകണു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് അതിനകത്ത് കിടക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. വണ്ടി കൊണ്ടുവന്നിടുക, അതിനകത്ത് കിടക്കുക ഒരു ദിവസം. അത് അവരെ കാറിൻ്റെ ബാക്കിൽ ഇതുണ്ടോ, ആ വണ്ടി കണ്ടോ, കാറിൻ്റെ ബാക്കിൽ കെട്ടി വലിച്ചുകൊണ്ട് വരാം. കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അത് കാറിൻ്റെ ബാക്കിൽ കെട്ടി വലിച്ചുകൊണ്ട് വന്നിട്ട് അതവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് അവർ കടലിൽ കുളിക്കുകയും സംസാരിക്കുകയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും. അതിനകത്ത് കിടക്കും രാത്രി. അതിനകത്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്, ബാത്റൂമുണ്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. ഇതുണ്ടോ കാറുകൾ എന്തോരിയാന്ന് നോക്ക്. ഇവരൊക്കെ താഴെ കുളിക്കുകയും ടെൻറ്റ് കെട്ടി ഇരിക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ അങ്ങ് പോവാന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ ഇറങ്ങി എടുക്കാൻ എല്ലായിടത്തും ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതുണ്ട്, ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമല്ലേ, നമുക്ക് കാണാൻ പറ്റണല്ലോ, നല്ല രസമുണ്ടല്ലോ. ദൂരെ ആൾക്കാരാന്ന് നോക്ക്. കടലിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ നടക്കണു, സൈക്കിൾ ചവിട്ടണു, റേസിംഗ് ബൈക്ക് ഓടിക്കണു. പിന്നെ അല്ലാതെ ഇവിടുത്തെ ഒരു വണ്ടിയുണ്ട്, അത് കാണാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ, വരണ്ടായിരുന്നു, കാണാൻ പറ്റുമോയെന്ന് അറിയില്ലോ. ഇപ്പോൾ പോവും അവർ. അടിപൊളി അടിപൊളി. ഇത് അങ്ങോട്ട് നോക്ക്, കാണാവോ, അവരതിൽ പോയി കറങ്ങി ഇങ്ങനെ വന്നതാ. കാണാലോ അല്ലേ, അത് പോയി അടുത്ത് വരണ്ട, പേടിക്കണ്ട. ഇതേ വന്നു. ഇത് കണ്ടോ, ഇവിടെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ നാട്ടിലെ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കും. ഇവരങ്ങനെയല്ല, ഇവർ അടിച്ച് പൊളിക്കുക. നമ്മളാ വണ്ടി കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോണേ കേട്ടോ. അവിടെ ഒരു വണ്ടിയുടെ ചാലുണ്ട്, അതിലങ്ങനെ അവർ ഓടിക്കണേ. നല്ല റോട്ടിൽ കൂടെ ഓടിക്കില്ല, പക്ഷെ ആ വണ്ടി അങ്ങോട്ട് പോയി, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആളുകളെ എൻജോയ് ചെയ്യും, അടിപൊളിയാക്കുക, തകർത്ത് വാരുക. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ആഘോഷിക്കാനുള്ള സൗകര്യമില്ല, സമയവുമില്ല, പണവുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു അവധി ദിവസം ഒരു ഭംഗിയായിട്ട് ആഘോഷിക്കും. അപ്പം നമുക്ക് അതൊക്കെ കഴിയണം. കാരണം ജീവിതത്തിൽ ഇതൊക്കെയാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെപ്പോലുള്ളവർ ഇവിടെ ഈ ജോലിക്ക് വന്നിട്ട് ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കും പോലെയൊന്നും നമുക്കേ അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല. ചില ആളുകൾക്കുണ്ട് ജോലി, രാത്രി ജോലി ഇല്ലാത്തവരും ശനി ഞായർ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര വരുമാനം ഉണ്ടാക്കാനും പറ്റില്ല. നമ്മളൊക്കെ സാധാരണ 1 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ 1 മിനിറ്റും കൂടെയും ജോലി ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ നാട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പേ നമുക്ക് പറ്റുന്നിടത്തോളം കാലം നന്നായിട്ട് ജോലി ചെയ്യുക, നന്നായിട്ട് കഷ്ടപ്പെടുക, എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തുക. ഇതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം.
അപ്പം ഞാൻ ആ വണ്ടി കാണിക്കാൻ നിർത്തി ഇറങ്ങി. പക്ഷെ അവന്മാർ വിട്ടുപോയി. ചിലപ്പോൾ വരും, കാരണം നല്ല റോട്ടിൽ കൂടെ അവർ വരില്ല. അവർ കുന്നും മലയും വെള്ളമൊക്കെ ചാടിച്ചു പോകുന്ന റേസിംഗ് വണ്ടികളാണ്. ഓക്കെ, അത് അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ഒന്നുകൂടെയും അടുത്ത സ്ഥലം കൂടെയും കാണാം. നല്ല രസമാണ്. ഇത് കടലിൻ്റെ സൈഡാട്ടോ. ഞാൻ ഈ പാറയുടെ അപ്പുറത്തേക്ക് ഇറങ്ങാത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കാട്, നമ്മുടെ നോക്കുമ്പോൾ ഫോറസ്റ്റ് കാട് പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്തേക്കടെ ഇവർ റേസിംഗ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചാലുണ്ട്. ഇച്ചിരി അപകടം പറഞ്ഞ ചാലാണ്. നമ്മുടെ കാറൊന്നും പോവില്ല, ഇവരുടെ റേസിംഗ് വണ്ടികൾ മാത്രം പോകണം. ഈ കാണുന്ന ഇതിൻ്റെ അകത്തേക്കടെ കാണുന്ന ഈ മണ്ണിയക്കടിയൊക്കെ ഓടിക്കുന്ന യുവമാരാ. ഒരു 8-10 വണ്ടി അങ്ങോട്ട് പോയി. നമ്മളത് ഇച്ചിരി വൈകിപ്പോയി, അല്ലെങ്കിൽ നമുക്കത് ഇവിടെ എത്തി പിടിക്കാമായിരുന്നു. ഇതുണ്ടോ, ഇത് ലെബനോൻ്റെ ബോർഡർ കാണാമല്ലോ നിങ്ങൾക്കല്ലേ. സെക്യൂരിറ്റി മിഷൻസും ലെബനോൻ ബോർഡറും ഒക്കെയാണ് ഈ കാണുന്നത്. അടുത്ത വണ്ടികൾ വരണ്ട കേട്ടോ. ഞാൻ അടുത്ത് പോയി ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പൊടി പറക്കുമെന്നറിയില്ല. നമുക്ക് ഇവന്മാരെ ഒന്ന് പിടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടതേ അതിലേ പോണേ. നമുക്കിതിലെ കാണാൻ പറ്റില്ല. ഉണ്ടോ എത്ര വണ്ടിയാന്ന് നോക്കി. ഇതുപോലെ 8-10 ഇപ്പോൾ പോയേ ഉള്ളൂ കേട്ടോ. അടുത്ത ഫാമിലി ആയിട്ടാണ്, പിള്ളേരും അപ്പനും അമ്മയും ഒക്കെയാണ് ഒക്കെ പോകണം. അടിപൊളിയായിട്ട് നമുക്കത് അടുത്തുനിന്ന് കാണാനും പറ്റിയില്ല. നോക്കട്ടെ. ഇതൊക്കെ ഒരു കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണേ. നമ്മുടെ നാട്ടിലിപ്പോൾ പിള്ളേരൊക്കെ ഒരു ടൂറ് പോവുകയാണെങ്കിലേ എല്ലാവരും കൂടി അങ്ങ് പോവും. പിള്ളേർ സെറ്റ് മൊത്തം ഫാമിലി ആയിട്ടായിരിക്കില്ല. ഇത് അതിനകത്ത് മക്കളുണ്ട്, വൈഫുണ്ട്, അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവരെല്ലാവരും കൂടിയാണ് പോണേ. എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറി കാണാൻ പറ്റുമെന്നറിയില്ല. നോക്കട്ടെ. കാണാൻ പറ്റിയ അടിപൊളി. ഇതിൻ്റെ അകം കണ്ടോ, ഇത് എന്നാ രസമാണെന്ന് നോക്ക്. ഇത് മരങ്ങൾക്കിടയിലൂടെ ഇവർ വണ്ടി ഓടിക്കുന്ന കേട്ടോ. അവർ വണ്ടി ഓടിച്ചു കൊണ്ടു ഇവിടെ നിർത്തിയിടുക, അതുപോലെ തന്നെ കുറച്ച് നേരം നിർത്തിയിടുക, എന്നിട്ട് പോവുക. ഇഷ്ടം കണ്ടോ. ഇതിൻ്റെ അകം എന്നാ രസമാണ്. ഇവിടെ ആളുകൾ വന്നിരിക്കുന്ന, അതായത് എല്ലാവർക്കും വന്ന് വിശ്രമിക്കാം. ശബാത്തിനൊക്കെ ഇവിടെ നല്ല ജനമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒക്കെ ഇതുപോലെ ഉണ്ട്, പക്ഷെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നാട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആരെയും സമ്മതിക്കില്ല. ഇവിടെ ഒന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാം, രാത്രിയും പകലൊക്കെ വന്നിരിക്കാം. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടേ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാം. കണ്ടോ, അവിടെ പാട്ടൊക്കെ വെച്ച് നല്ല മദ്യമൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ പുകയൊക്കെ വലിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ സന്തോഷമായിട്ടാണ് നമുക്ക്. അവർ അടിപൊളിയായിട്ടിരിക്കണം. എന്താ വണ്ടികൾ കാണാം നമുക്ക്. വണ്ടികൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് തോന്നുന്നു. ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കട്ടെ. എന്ത് രസമാണെന്ന് നോക്ക്. ഈ പ്രദേശം തന്നെ കാണാൻ നല്ല രസമല്ലേ. നമുക്ക് ആഴ്ചകളായിട്ട് പോവാം. അടുത്തും ഒരു കൂട്ടം വണ്ടികൾ വരണ്ട്. നമ്മളത് അടുത്ത് പോയി പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അടുത്ത് പോയി പിടിക്കും നമ്മളത്.
പറ്റുകയാണെങ്കിൽ. പക്ഷെ ഭയങ്കര പൊടിയായിരിക്കും, നമുക്ക് പൊടി അടിക്കുക, അതാണ് കുഴപ്പം. നോട്ടെ നോട്ടെ, ഏയ് ബാ 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 ബാ. ഓ ബാ 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 ബാ. ഇതാണ് ഇവിടെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത്. എൻജോയ് ചെയ്യണേ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. അടുത്ത വണ്ടികൾ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര എണ്ണയെന്നറിയോ? ഞാനിപ്പോൾ നമ്മൾ 2 സെറ്റ് തന്നെ വണ്ടി കണ്ടു. ചാടി ചാടി തന്നെ ഉണ്ടോ അതിൻ്റെ ചാടനുണ്ടോ? അടുത്ത വണ്ടി ഉണ്ട് കേട്ടോ. ഇവിടെ നേരായ വഴിക്കേക്കടി ഒന്നും അല്ല ഇവന്മാർ ഓടിക്കണം. ഇവിടെ ചാടിച്ച് ഓടിക്കാനൊക്കെയാണ്. പിള്ളേരൊക്കെ ഉണ്ട് അതിനകത്ത് കണ്ണടയൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ഓടിക്കണേ. ഇതാണ് ഇപ്പോൾ 3 സെറ്റ് വണ്ടിയാണ് നമ്മൾ കണ്ടത്. ഏകദേശം ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒരു 5-6 എണ്ണവും 10 എണ്ണമൊക്കെ വെച്ചുണ്ട്. അപ്പം അടിപൊളിയായില്ല. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇവരുടെ ആ ഒരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു രീതിയും ഒക്കെ നമുക്ക് കിട്ടിയിന്ന്. ഞാൻ പ്രതീക്ഷിച്ച നമുക്ക് കാണാൻ പറ്റില്ല എന്നായിരുന്നു, പക്ഷേ അത് കാണാൻ പറ്റിയിട്ട്. ഇത് കണ്ടോ, ഇതിലെയൊക്കെയായി വണ്ടി ഓടിക്കണേ. നോക്ക്, മണൽ കിടക്കണേ, കുത്തി മറഞ്ഞ്. ബൈക്കൊക്കെ കാണണം, ബൈക്കൊക്കെ തെറിപ്പിച്ച് എൻ്റെ പൊന്നോ നമുക്ക് പേടിയാവും. ഏതായാലും അടിപൊളിയായിട്ട് അത് കാണാൻ പറ്റി. ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറ്റിയത്. ഞാൻ ഒരുപാട് ദിവസമായി പുറത്തിറങ്ങിയിട്ട്. ഇന്ന് ഞാൻ അവധി ദിവസമായിരുന്നു, ഒന്ന് പുറത്തിറങ്ങാനൊരു അവസരം കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല വീഡിയോസ് കിട്ടി ഇവരുടെ ആ വണ്ടികളുടെ. എന്തോരിയാണെന്നറിയോ, ഇപ്പം നമ്മൾ 3 സെറ്റ് കണ്ടു. അതുപോലെ 100 കണക്കിന് വണ്ടികളാണ് തന്നെ. ബൈക്കുണ്ട്, ഇനി ബൈക്ക് റേസിങ് പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കരയ്ക്കുള്ള കണ്ടേ, കടലിൽ കിടക്കുന്നത് കാണണം. കടലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഒരു പയ്യൻ നല്ല മണലിൽ ചുട്ടുപൊള്ളണം മണലിലിരിക്കണോ. അവർക്ക് എന്തെങ്കിലും അടിച്ചു പൊളിക്കണം, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്ന ഇത് മൊത്തം നമുക്ക് ക്യാരവാനാട്ടോ. ക്യാരവാനാണ് ഇവിടെ കിടക്കുന്ന മൊത്തം. ഇത് വാടകയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്കിവിടെ താമസിക്കുകയും അതുപോലെ തന്നെ ഫുഡ് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകാം. ഇഷ്ടം പോലെ കിടക്കണ്ട 100 കണക്കിന് ക്യാരവാൻ അവിടെ കിടക്കണേ. ഇവിടെ നമുക്ക് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് ഒരു ദിവസം വന്ന ഒരു ദിവസത്തെ റെൻ്റായിരിക്കും. കടലിൽ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, വന്ന് കിടക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ ഒരു ബീച്ചിട്ട് പോകാനുള്ള സംവിധാനമാണ്. ഇതിൻ്റെ അകത്താവുമ്പോൾ നമുക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റും. ബീച്ചിൽ പോയി കടലിൽ കിടന്ന് മറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വരാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്തുള്ളത്. അതിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. നമ്മളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ കടലിട്ട് ഇറങ്ങുക, കുളിക്കുക, കാറിയിട്ട് കയറുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. രാത്രി കിടക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് അത് ആവശ്യം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ വന്നെ. ഇത്രയും ദൂരം ഞാൻ വരാറില്ല, എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത് കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം. ഈ നഗാരിയുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് ബീച്ചിൽ പോവും ഒക്കെ ചെയ്യണ്ട്. എന്നാലും നമ്മുടെ ഈ സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണം. ഇവിടെ ജിമ്മുണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, പിള്ളേർക്ക് വേണമെങ്കിൽ കളിക്കാം. നമുക്ക് എല്ലാ ദിവസവും വന്ന് ജിമ്മിൽ പോകാൻ വേണമെങ്കിൽ ജിമ്മുണ്ട് ഇവിടെ. ഇവിടെ ജിമ്മുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വെച്ച് വെയിലൊക്കെ ആറി കഴിയുമ്പോൾ വന്ന് എല്ലാം ഈ കടലിൻ്റെ സൈഡിൽ എല്ലായിടത്തും അതൊരു പ്രത്യേകതയാണ്. ജിമ്മുണ്ട്, നമുക്ക് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഈ കടലിൻ്റെ സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഇസ്രായേലിലെ എല്ലാ കടൽക്കരയ്ക്കും മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി.
അപ്പം ഞാൻ നടക്കാനിറങ്ങി. എന്താണ് ലേറ്റ് വിളിയാത്ത? നടക്കാൻ ഇറങ്ങി. നമുക്ക് റോട്ടിയിട്ട് പോവാം. ഇന്ന് രാത്രിയാണ്. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമാണ് കടൽക്കരയായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ കാറിന് പോയിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് കിട്ടുമോയെന്നറിയില്ല, എന്നാലും നമ്മളിന്നൊന്ന് ശ്രമിക്കും. അപ്പോൾ നമുക്കൊന്ന് പോവാം. ആദ്യമേ തന്നെ നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് കാണാം. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് ഇത്. നമ്മളെ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റോഡിൽ കാറുകളൊക്കെ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ആരും വീട്ടിൽ കയറ്റി പാർക്ക് ചെയ്യാനില്ല. ഇവിടെ ഒരു വീട്ടിലും കാർ പാർക്കിംഗ് ഇല്ല. നമ്മുടെ വീട്ടിൽ പാർക്കിംഗ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ കാർ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഒരുവിധം വീടുകളിലൊന്നുമില്ല. എല്ലാവരും വണ്ടി പുറത്താണ്. ഇതുണ്ട്. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലൊരാൾ രാത്രി എൻ്റെ അപ്പച്ചനെ നോക്കുന്ന ഒരു ഒരാളാണ്, ഇവിടുത്തെ ഇസ്രായേലിയാണ്. അവർ വന്ന വണ്ടിയാണ്. അവരൊക്കെ ചുമ്മാ നട റോഡിലിട്ടേക്കാണ് വണ്ടി. ഇതുണ്ടോ, നട റോഡിലാണ് വണ്ടി ഇട്ടേക്കണേ. അവർ രാത്രി 10 മണിക്ക് വരും, രാവിലെ 8 മണിയാകുമ്പോൾ പോവും. അപ്പോൾ അവർ വന്ന വണ്ടി അവർ ഇട്ടേക്കണു. ഇതാണ് നമ്മുടെ വണ്ടികളിലൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ രാത്രി എന്ത് രസമാണെന്ന് നോക്ക്. രാത്രി ചുറ്റും റോഡിൻ്റെ 2 സൈഡിലും ലൈറ്റും, അതുപോലെ തന്നെ നടപ്പാതയും, റോഡിൻ്റെ സൈഡിൽ കൂടെ നടപ്പാതയും, അതുപോലെ തന്നെ സൈക്കിള് ഓടിക്കാനുള്ള സ്ഥലവും അതും സെപ്പറേറ്റാണ്. അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടാണ് കാണുന്നത്. എൻ്റെ കാറിൻ്റെ ഗ്ലാസ്സിൽ ഒരുപാട് പൊടി ഇരിപ്പുണ്ട്. രാവിലെ തൊട്ട് റോഡ് സൈഡിൽ കിടന്നുകൊണ്ട് മൊത്തം പൊടിയാണ്. അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്ത കേട്ടോ. നമുക്കല്ലാതെ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ കാണാൻ പറ്റും. പിന്നെ രസം നോക്കുക, സൂപ്പറായിട്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒക്കെ പാർക്ക് ചെയ്തേക്കണ റോഡ് സൈഡിലാണ്. ഇവിടെ ഒരാൾക്ക് ഒരു കാറ് വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവർക്കും കാറുണ്ട്. ഒരാളുടെയും വണ്ടികൾ വീട്ടിലല്ല, എല്ലാ റോഡ് സൈഡിൽ. മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് നമ്മളൊരു കാർ പാർക്കിങ്ങിന് വേണ്ടി വീട്ടിൽ എത്ര രൂപയുടെ മുടക്കാ ചെയ്യണേ ഒന്ന് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഒരു മനുഷ്യൻ ഇവിടെ 1 രൂപ മുടക്കി വണ്ടി 1 രൂപ മുടക്കി കാർ പാർക്കിംഗ് ഏരിയയോ ഒന്നും ഉണ്ടാക്കണില്ല. ജസ്റ്റ് റോഡിൽ പാർക്ക് ചെയ്യണു, അവൻ രാവിലെ എടുത്തുകൊണ്ട് പോകണു, അതൊക്കെ തന്നെ. ആയിരക്കണക്കിന് കാറുകൾ, ഒരു കാറ് പോലും എങ്ങും ഇട്ടിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. കടൽക്കരയുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നടക്കാൻ വന്നവരൊക്കെ, ദൂരേന്ന് വന്നവരൊക്കെ വണ്ടി പാർക്ക് ചെയ്യണേ. നമ്മളിപ്പോൾ തൽക്കാലം ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് വന്നുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ നടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇവിടെ നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് നടക്കുന്ന നടപ്പാതയും സൈക്കിളിൻ്റെ സ്ഥലവും ഒക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല ഇരുട്ടത്തായതുകൊണ്ട് തന്നെ മുഖമൊന്നും വ്യക്തമാവുണ്ടാവില്ല, എന്നാലും നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ നിന്നുകൊണ്ടുള്ളൊരു കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് സൈക്കിളിൽ ഓടിക്കാനുള്ള സ്ഥലവും നടക്കാനുള്ള സ്ഥലവുമാണ്.
ഇവിടെ രാത്രി നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ സമയം ഒരു 10:30 ഒക്കെ ആയിട്ടോ. ഇവിടെ രാത്രി പെണ്ണുങ്ങൾക്ക് സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെയൊന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഇവിടെ നടക്കാനും സൈക്കിൾ ചവിട്ടാനും അതുപോലെ തന്നെ വെറുതെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ വരുന്നതാണ്. ഈ വഴി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു വേ ആണ്. അപ്പുറം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്, അത് നടക്കാനുള്ള സ്ഥലവും. സൈക്കിൾ മാത്രമല്ല, ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രസമാണ് രാത്രി, നല്ല സൈലൻ്റാണ്, കടലിൻ്റെ തീരാണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഈ കടൽ തീരത്തേക്കടെ കിലോമീറ്ററോളം ഇതുപോലെ റോഡ് ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത് നമുക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനും ആർക്കും ഒരു ശല്യമില്ല. ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ നടന്നു പോയെന്ന് വെച്ചാൽ ആരും ഇവിടെ ചോദിക്കുകയില്ല, ആരും അതിൻ്റെ പുറകെ പോകാനോ സംസാരിക്കാനോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഭംഗിയായിട്ട് ഇതിൽ നടക്കാം, എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോവാം. പിന്നെ കടൽ തീരത്തിരിക്കണമെങ്കിൽ കടൽ തീരത്തിരിക്കാം. കടൽ തീരത്ത് രാത്രി ഇരുട്ടാണ്, അതുകൊണ്ട് ആരും അങ്ങോട്ട് ഇറങ്ങി പോകാറില്ല. ഇവിടത്തുകാരൊക്കെ പോവും. ഇവിടത്തുകാരവിടെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് രാത്രി വന്ന് കിടക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളൊന്നും അങ്ങോട്ട് ഇറങ്ങി പോകാറില്ല. പകൽ പോണതിന് കുഴപ്പമില്ല, രാത്രി നമ്മളെപ്പോലുള്ളവർ പോവാതിരിക്കുന്നതാണ് നല്ലത്. പോകുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാം. പിന്നെ നമ്മൾ അങ്ങനെ പോകാറില്ല, അതാണ് പലരും പോകണ്ട. ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ ഹൈഫ ടെല്ലവീവി ഒക്കെ ആണെങ്കിൽ അത് ബീച്ച് നല്ല അടിപൊളിയാണ്. അവിടെ ഒരുപാട് ആളുകളും വെട്ടവും ഒക്കെ ഉണ്ട് ബീച്ചിൽ. പക്ഷേ ഇവിടെ അങ്ങനെ വെട്ടക്കുറവുണ്ട്. ഇവിടെ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇരിക്കുന്നത്. ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടുത്തുകാർ ഒരുപാട് പേരവിടെ ടെൻറ്റ് കെട്ടി ഇരിക്കുകയും കളിക്കുകയും അതുപോലെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ രാത്രിയും പകലൊക്കെ. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഞാനത് കാണിക്കുക ചെയ്തേ. നമുക്കിവിടെ കാണാം കേട്ടോ സൈക്കിളേൽ പിള്ളേർ പോണത്. ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. അവരടിപൊളിയായിട്ട് അതിനകത്ത് അടിച്ചു പൊളിച്ചാൽ പോകണേ. എക്സസൈസൊന്നുമല്ല, വൈകുന്നേരം ഒരു ഫ്രഷായിട്ട് നല്ല എയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന. അതൊരു എക്സസൈസായിട്ടൊന്നും കണക്കാക്കണില്ല. പക്ഷേ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിൾ ഓട്ടുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്, ഓടുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കടൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ പോയി ഇരുന്നുകൊണ്ട് കടലൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇരിക്കാട്ടോ. ഇവിടെ റെസ്റ്റ് എടുക്കാം, ഇവിടെ ഇരുന്ന് ഈ കടലൊക്കെ കാണാം. കടൽ രാത്രി ആയതുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്. കടലിൽ ചെറിയ ചെറിയ വെട്ടങ്ങളൊക്കെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ കപ്പൽ നങ്കൂരിട്ടേക്കണേ കേട്ടോ. അവിടുത്തെ കപ്പൽ പോകുന്നുണ്ട്. നമുക്കിവിടെ നിന്നാണ് പോണത് കാണാം. എൻ്റെ മൊബൈൽ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല, എന്നാലും കപ്പൽ അതിൽ പോകുന്നുണ്ട്. അവിടെ നങ്കൂരിട്ടുണ്ട്, ഒരുപാട് കപ്പലുകൾ കിടക്കുന്നുണ്ട്. ഈ കടലിൽ കാണുന്ന ചെറിയ ചെറിയ വെട്ടങ്ങളെല്ലാം കപ്പൽ കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, അവിടെ ഒരുപാട് ലൈറ്റ്, നല്ല രസമുണ്ട്, അത് കാണാം. അത് ആക്കോ സിറ്റിയും അതുപോലെ തന്നെ ഹൈഫയാണ്. ഇവിടുന്ന് ആക്കോ ഒരു സൈഡിലും ആ ഒരുപാട് വെട്ടങ്ങൾ കാണുന്നത് ഹൈഫയാണ്. അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൈഫയുടെ മുകളിൽ നിന്ന് നമുക്ക് ഇവിടവും ഈ നഹാരിയും കൃത്യമായിട്ട് കാണാം. അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഒരുപാട് ആളുകൾ രാത്രി നടക്കുന്നുണ്ട്. ആളുകൾ മാത്രമല്ല, കുട്ടികൾ, ഇതുണ്ട് കൊച്ചു പിള്ളേർ സൈക്കിളിൽ പോകണുണ്ട്. ഇവർക്ക് ഇവിടെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ യാതൊരു പ്രശ്നം. നമ്മുടെ നാട്ടിലത്ര ഈ ഒരു 10:30 ആകുമ്പോൾ ഒരു കൊച്ചു സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലത്ര സേഫൊന്നുമല്ല. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്, അതുപോലെ തന്നെ സുരക്ഷയുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ ചുറ്റും ക്യാമറയുണ്ട്, ഈ കടൽ തീരത്ത് ക്യാമറയുണ്ട്. അത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഏത് സമയത്തും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല, അടിപൊളിയാണ്. രാത്രി ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ കടലിൻ്റെ കാറ്റും അതുപോലെ തന്നെ ഈ തിരമാല അടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പാത്ത എന്നാന്ന് വെച്ചാൽ ഒന്ന് മണലാണ്, പിന്നെ നമ്മൾ ഈ ഇരുട്ടത്ത് അവിടെ പോയിരുന്നാലും ഒന്നും കാണാനില്ല, എൻ്റെ മൊബൈലിൽ ഒന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പാത്തത്. ഈ കാഴ്ചകളൊക്കെ കാണിക്കാനാണ് എനിക്കിഷ്ടവും. പിന്നെ
ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ കടലിട്ട് വെള്ളം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. ഇത് വലിയൊരു കനാല് ഭൂമിക്കടിയിലൂടെ ഉണ്ടാക്കിയേക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നഹാരിയ ടൗണിൽ മഴക്കാലത്ത് വെള്ളം പൊങ്ങി, നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ഒരുപാട് വെള്ളം പൊങ്ങി നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പം അന്നേരം അങ്ങ് എല്ലാ പ്രദേശത്തിലും വെള്ളം വലിച്ചെടുത്ത് കടലിൽ കളയാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ അടിയിൽക്കൂടെ, ഭൂമിക്ക് അടിയിൽക്കൂടെ ഉണ്ടാക്കിയേക്കുന്ന വലിയൊരു കനാലാണത്. ഞാൻ സൈക്കിളായിട്ട് ചവിട്ടാൻ വരുന്ന ഇതിലേ കേട്ടോ. ഇപ്പോൾ വരാറില്ല, ഇപ്പോൾ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങാറില്ല. അല്ലെങ്കിൽ എന്നും 1 മണിക്കൂർ സൈക്കിൾ ഓട്ടും. ഇവിടുന്ന് നഹാരിയ ടൗൺ വരെ പോവും. സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സൈക്കിൾ ഓട്ടി ഒന്ന് വേർക്കുകയും ചെയ്യും. അത് തന്നെയല്ല, നമ്മുടെ നല്ലൊരു എക്സസൈസുമാണ്. രാവിലെ തൊട്ട് നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ, വേറെ പ്രത്യേകിച്ച് എക്സസൈസൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള നടക്കുന്നതും 1 മണിക്കൂർ സൈക്കിൾ ഓടുന്നതൊക്കെ നല്ലൊരു എക്സസൈസായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഈ കടലൊക്കെ കണ്ടിരുന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കണം. വേറെ പ്രത്യേകിച്ച് നടക്കാനുള്ള മടിയൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ നടക്കാനൊക്കെ വലിയ മടിയായിരിക്കും. അത് ഹൈഫ നഗരമാട്ടോ കാണണേ. ആ വെളിച്ചം കാണുന്ന ഹൈഫയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല രസമാണ്. രാത്രി ലൈറ്റും മലയാണ് അവിടെ. കർമ്മയും മലയൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങ് തിളങ്ങി നിൽക്കുക. നമുക്ക് അവിടം വരെ ഒന്ന് പോയി കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ നടന്നു നോക്കട്ടെ, അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ആളുകൾ ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണ്ട്. ഇരുട്ടായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്ത. നടക്കുകയാണ്, നമ്മളിങ്ങനെ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം നടന്നിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് എൻ്റെ മുഖമൊന്നും കാണാൻ പാടില്ല എന്ന് തോന്നുന്നു. എന്നാലും നല്ല രസമുണ്ട്. ഇത് കടൽ തീരാണ്. കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള നടപ്പാത. അങ്ങനെ നടന്ന് നമ്മൾ നടക്കുകയാണ്. ഇനി തിരിച്ചു നടക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പണിയാണ്. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതൊരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ ഈ കടൽക്കാറ്റും കടലിൻ്റെ സൗണ്ടും ഒക്കെ കേട്ടിട്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് ഇതുപോലെയുള്ള ഇരിക്കാനുള്ളൊരു ഇരിപ്പിടാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇതുണ്ട്. കാരണന്മാരൊക്കെ വന്നിരുന്ന് അടിപൊളിയായിട്ടിരിക്കുക. കടൽ നല്ല ആഞ്ഞടിക്കുന്നുണ്ട്, കാണാൻ പാടില്ല. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം വൈകും. കാര്യം നമുക്ക് രാത്രി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇന്ന് 2 മണിക്കൂർ സ്പെഷ്യൽ ചോദിച്ചിറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ആ കിട്ടുന്നത് കളയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ്, ഒരുപാട് നാളുകളുടെ ഇടയ്ക്ക് ആദ്യമായിട്ടൊന്ന് നടക്കാൻ വേണ്ടി വന്നെ. കാരണം എനിക്ക് സമയം കിട്ടാറില്ല, അതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഒന്ന് നടക്കാൻ ഇറങ്ങണം തോന്നി, അങ്ങനെ ഇറങ്ങി. പെട്ടെന്ന് തന്നെ തിരിച്ചു ചെല്ലണം. അതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. അപ്പച്ചനൊക്കെ നല്ല പിടി വിട്ടാൽ നടക്കണം. ഒരു 80 വയസ്സ്, ഒരു 75 വയസ്സൊക്കെ കാണും. പുള്ളിയൊക്കെ എന്നും വൈകുന്നേരം നടക്കണമായിരിക്കും. പിടി വിട്ടാൽ നടക്കണം. നമുക്കൊന്നും അത്ര സ്പീഡിൽ പോലും നടക്കാൻ പറ്റില്ല. ഇത് നമുക്ക് നടക്കാനും വന്നിരിക്കാനുള്ള സ്ഥലമൊക്കെയാണ്. അവിടെ ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. അവിടെ ഒന്ന് കിടക്കാം രാത്രി. നമുക്ക് സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കാം. കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ എടുക്കണില്ല.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. ഇസ്രായേലിലെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ചെറിയൊരു വീഡിയോ കാണാം.
לעשות הילוך מהיר עליו? לא, אבל אתם צריכים לחתור בשביל שיראו. מה פתאום חזון? לא, אבל אתם צריכים לחתור בשביל שיראו. מה פתאום חזון? תגיד לי. לא, אבל אתם צריכים לחתור בשביל שיראו. מה פתאום חזון? תגיד לי. לא, אבל אתם צריכים לחתור בשביל שיראו. מה פתאום חזון? תגיד לי.